അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി യുനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്കിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന വളരെ നമ്മുടെ പരലോക ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടാവുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളിതിൻ്റെ അവസാനം വരെ കേൾക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ മൂന്ന് വിഭാഗമാണ്. മൂന്ന് വിഭാഗം മനുഷ്യരാണ്. നമ്മളതിലേതിൽ പെടണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്നാമത്തെ ഒരു കൂട്ടം ആളുകൾ, അവർക്ക് പരലോകത്തിൽ വിശ്വാസമില്ല. പരലോക ജീവിതം എന്നുള്ളത് വിശ്വസിക്കാത്ത ആളുകൾ. അവർ നിരീശ്വരവാദികളാണ്, ഭൗതികവാദികളാണ്, മറ്റുള്ള ചിന്താഗതിക്കാരാണ്. മരിക്കുമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിലും മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്, വിചാരണയുണ്ട്, ഇതൊന്നും വിശ്വസിക്കാത്ത ആളുകൾ. അവർ നമ്മൾ പെടാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ ഒരു വിഭാഗം, വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ ഒരു വിഭാഗം, പരലോകത്തിൽ വിശ്വാസമുണ്ട്, പക്ഷേ ആ പരലോക ജീവിതത്തിലേക്ക് മുതൽക്കൂട്ട് ഉണ്ടാക്കുന്നതിൽ, നല്ല കാര്യങ്ങൾ ചെയ്ത് പരലോക ജീവിതത്തിലേക്ക് ഉപകാരപ്പെടുന്നതായ കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിൽ അശ്രദ്ധവാന്മാരായ ആളുകൾ. നമ്മളൊക്കെ അതിൽ പെട്ടുപോകാറുണ്ട് പലപ്പോഴും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പരലോകമുണ്ടെന്നുള്ള വിശ്വാസമുണ്ട്, വിചാരണ ഉണ്ടെന്നുള്ള വിശ്വാസമുണ്ട്, സ്വർഗവും നരകവും ഒക്കെ മഹ്ശറിയൊക്കെ നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷേ അതിലേക്ക് നമ്മൾ സമ്പാദിക്കുന്നില്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതിലേക്ക് ചില ഉദാഹരണങ്ങൾ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. അഥവാ ഒരു ഗസാലി ഇമാം പറഞ്ഞ ഒരു ഐസ് കച്ചവടക്കാരൻ്റെ ഉപമ. ഐസ് വിറ്റിട്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അന്നുള്ള ജീവിതമാർഗം അവലംബിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ ദിവസവും രാവിലെ ഐസിൻ്റെ വലിയ പ്ലാന്റിൽ പോയിട്ട് ഐസ് വാങ്ങിയിട്ട് ആളുകൾ കൂടുന്നിടത്ത് ഐസ് വിൽക്കും. ഇങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരാൾ. ഒരു ദിവസം അയാൾ ഐസ് വാങ്ങി വരുമ്പോൾ അദ്ദേഹം വഴിയിൽ വലിയ ആൾക്കൂട്ടം കാണുകയാണ്. അവിടെ ഒരു മായാജാലവും സർക്കസും ഒക്കെ ആയിട്ട് ഒരാളിങ്ങനെ ഉണ്ട്. ആളുകൾ ചിരിപ്പിക്കുന്നു. അങ്ങനെ അതിൽ അദ്ദേഹവും ആകൃഷ്ടനായി ലയിച്ചു പോയി. കുറേ സമയം അതിലങ്ങനെ അദ്ദേഹം അത് കണ്ടു നിന്നു. ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞു. നോക്കുമ്പോൾ എല്ലാവരും അവരുടെ മാർഗത്തിലേക്ക്, അവരുടെ വീടുകളിലേക്ക് പോകാനുള്ള ശ്രമമാണ്. പക്ഷേ ഈ സാധുവായ മനുഷ്യൻ ഐസിൻ്റെ ആ ഒരു പാത്രത്തിലേക്ക് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഐസെല്ലാം ഉരുകി വെള്ളമായിട്ടുണ്ട്. അദ്ദേഹം ചിന്തിക്കുകയാണ്, പഠിച്ചവനെ, ഞാൻ ഐസ് വിറ്റിട്ട് ലഭിക്കുന്ന കാശ് കൊണ്ട് ഭക്ഷണം വാങ്ങി ആ ഭക്ഷണത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന എൻ്റെ കുടുംബവും എൻ്റെ മക്കളും, അവരുടെ മുമ്പിലേക്ക് ഞാൻ എങ്ങനെ ചെല്ലും എന്ന് ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്. ഈ മനുഷ്യനെ പോലെയാണ് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പരലോക ജീവിതത്തിലേക്ക് ഒരുക്ക് സാധനങ്ങൾ ശേഖരിക്കാത്ത മനുഷ്യൻ്റെ ഉപമ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മൂന്നാമത്തെ ഒരു കൂട്ടം ആളുകൾ അവർ പരലോകത്തിൽ വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അവരുടെ മുമ്പിൽ വേറൊരു മാർഗവും വേറൊരു ഭൗതികമായ താല്പര്യങ്ങളോ ചിന്തകളോ ഇല്ല. അള്ളാഹുവിൻ്റെ
തൃപ്തി കരസ്ഥമാക്കാനുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും മാത്രം, അവരാണ് യഥാർത്ഥത്തിൽ നല്ലവർ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തട്ടെ. എന്താണ് അള്ളാഹു താല പറഞ്ഞത്? വമൻ അറാദൽ ആഖിറ, ആഖിറത്തിനൊരാൾ ഉദ്ദേശിച്ചാൽ, വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ, അതിനുവേണ്ടി പരലോകത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, പരലോകത്ത് രക്ഷപ്പെടണമെന്ന് എന്നതിന് വേണ്ടി പരിശ്രമിച്ചാൽ ആ മനുഷ്യൻ വിജയിച്ചവനാണ്, അവർ വിജയികളിൽപ്പെട്ടവനാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹഉലായി ഹുമുൽ മുഅ്മിനൂന സ്വാദിഖൂൻ അല്ലദീന യഅലമൂന അന്ന ദുനിയ ഹിയ ദാറു മമർ ലാ ദാറു മഖർ ഫഹും യത്തഖിദൂന ദുനിയ മതുയ്യ യർതഹിലൂനഹാ ഫീ സഫരിഹിം ഇലല്ലാഹ് വലാ യത്തഖിദൂനഹാ റബ്ബ ഫതത്തഖിദഹും അബീദാ വഹും യദ്കുറൂന ലാഖിറത ദൗമാ. അല്ലാഹു ഈ വിഭാഗത്തിൽപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗലാ യൗമുൽ ഖിയാമ, അന്ത്യനാൾ ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ, ലകാനൽ അംറു ഗൈറ മാ തറഊൻ, കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത് പോലെ ആകുമായിരുന്നില്ല, തകിടം മറിയുമായിരുന്നു. ജനങ്ങളൊക്കെ അവർക്ക് തെറ്റായ വഴിയിലേക്ക് സഞ്ചരിക്കുമായിരുന്നു. തെറ്റായ ചിന്താധാരകളെ സ്വീകരിക്കുന്നവരും മനുഷ്യനെ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരായി മിക്ക ജനങ്ങളും മാറുമായിരുന്നു. എന്നിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വലാകിന്നൽ ഖിയാമത ഹിയല്ലതി ജഅലത് ഉമറ യഉഫു അനിൽ മാലിൽ ആം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, പൊതു ഖജനാവ് കൈകാര്യം ചെയ്യുന്നിടത്ത് ഉമറിനുള്ള ഒരു സൂക്ഷ്മത, ഉമർ അത് ശ്രദ്ധിക്കുന്നത് നാളെ പരലോകമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആ ഒരു ഉമറിനെ അങ്ങനെ ആക്കിയത് പരലോകത്തിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് കഷ്ണം വെച്ച കമീസ് ധരിച്ചത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ജീവിച്ചത്. കിസ്റയുടെയും കൈസറിൻ്റെയും വലിയ സമ്പാദ്യങ്ങൾ മുമ്പിൽ വന്നപ്പോഴും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഒരു അവരുടെ ജീവിതം ആർഭാടമുള്ള ജീവിതമായില്ലല്ലോ, ലാളിത്യ ജീവിതം, സൂക്ഷ്മമായ ജീവിതത്തിൽ നിന്ന് അവർക്ക് മാറാൻ കഴിഞ്ഞില്ല. ആ ജീവിതം തന്നെ അവർ തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് അവർ പരലോകത്തെ ഓർത്തുകൊണ്ട് പരലോക ജീവിതത്തിലേക്ക് വിഭവങ്ങളെ ശേഖരിച്ച് വിജയിച്ചവരാണ് മുൻഗാമികളായ മഹത്തുക്കൾ. ആ മാർഗത്തിൽ, മൂന്നാമത്തെ വിഭാഗത്തിൽ പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിൽപ്പെട്ട ഒരു മഹാനാണ് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തൻ്റെ ആ മരണരോഗത്തിൽ കിടക്കുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, കൈഫ അസ്ബഹ്ത യാ അബാ അബ്ദുല്ലാഹ്, എങ്ങനെയുണ്ട് അബു അബ്ദുള്ള അങ്ങക്ക്? മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അസ്ബഹതു അനി ദുനിയ റാഹില വലിൽ ഇഖ്വാനി മുഫാരിഖ വലിസൂഇ അമലി മുലാഖിയ വലികസിൽ മനിയ്യത്തി ഷാരിബ വഅലല്ലാഹി തആല വാരിദ വലാ അദ്രി റൂഹി തസീറു ഇലൽ ജന്നതി ഫഉഹന്നീഹാ അം ഇലൻ നാരി ഫഉഅസ്സിഹാ ലൗ അന്ന الناس استحضروا الآخرة لانحلت مشكلات هذه الحياة لما رأينا السرعة على هذا المتاع الأدنى إن مشكلة الناس في أسننا أن الآخرة غائبة عنهم
വലു അന്നഹും ഇസ്തഹ്ദറുഹാ ലഹല്ലത്തിൽ മുഷ്കിലാത്ത്. എത്ര സുന്ദരമായ ആശയങ്ങളാണ്. ആ ഒരു ജീവിതത്തെ വളരെ സൂക്ഷ്മമായ ജീവിതം നയിച്ച ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ ആളുകൾ കഴിഞ്ഞുപോയ, അതാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവരുടെ മാർഗം, സ്വർഗത്തിൻ്റെ മാർഗം. അതാണ് ആ മാർഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഖുർആൻ ഒരു ആ കൂട്ടം ആളുകളെ വഴിയിലേക്ക് പ്രവേശിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, അവരുടെ വഴിയിൽ പെടരുത്. ആദ്യം നമ്മൾ പറഞ്ഞ ആ വിഭാഗം ആളുകൾ, അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറും മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരാലും ജിന്നലാലും ജഹന്നമിനെ നാം നിറച്ചിരിക്കുന്നു. അവർ എന്തുകൊണ്ടാണ് നരകത്തിലെത്താൻ കാരണം? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷെ ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല, ചിന്തിക്കൂല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. കണ്ണുകളുണ്ട്, അവർക്ക് കാണാൻ കഴിയൂല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് കാതുകളുണ്ട്, കേൾക്കാൻ കഴിയൂല. ഉലൈക കൽ അൻആം. അവർ ആടുമാടുകളെ പോലെ, മൃഗങ്ങളെപ്പോലെയാ എന്നു വേണ്ട. ബൽഹും അളൽ, അതിലേക്കാൾ പിഴച്ചവരാണ്. ഉലൈക ഹുമുൽ ഹുമുൽ ഗാഫിലൂൻ. അവർ അശ്രദ്ധവാന്മാരാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.